ഹേ ഗൈസ്, കുറേ നാളായി ഞാൻ എൻ്റെ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ ഫേസിൽ കുറച്ച് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ഹെയർസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ചാർക്കോൾ മാസ്ക് ആണ്. മൂൺ സ്റ്റാർ എസെൻഷ്യലിൻ്റെ ഒലീവ് ചാർക്കോൾ മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കുക. അതിനുശേഷം എത്ര ക്വാണ്ടിറ്റി ആണോ നിങ്ങളുടെ ഫേസിലേക്ക് വേണ്ടത് അത്രയും ക്വാണ്ടിറ്റി എടുക്കുക കേട്ടോ. നിങ്ങളുടെ ഫേസിൽ നല്ലോണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം ഇത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. എൻ്റെ ഫേസിൽ ഒരുപാട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടായിരുന്നില്ല, എങ്കിലും ഉണ്ടായിരുന്നു. കാരണം ഞാൻ കുറേ നാളായിട്ടുണ്ടായിരുന്നു ഇത് ചെയ്തിട്ട്. പിന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത് മുകളിൽ നിന്ന് താഴേക്കാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത്. ആ ഒരു ഡയറക്ഷനിൽ വേണം കേട്ടോ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഞാൻ ഇതിന് മുന്നേ എവർ യൂത്തിൻ്റെ ഓറഞ്ച് പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇതെനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അത് യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഹാഫ് ആൻ അവർ ഇതുപോലെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒരു ഹാഫ് ആൻ അവർ എടുക്കും എന്തായാലും ഇത് ഒന്ന് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അവിടെ ഇവിടെയൊക്കെ കുറച്ചും കൂടി ഡ്രൈ ആവാൻ ബാക്കി ഉണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. ഇനി ഞാനിത് പീൽ ചെയ്യാണ് കേട്ടോ. താഴേന്ന് മുകളിലേക്ക് വേണം കേട്ടോ ഇതുപോലെ പീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിത് അപ്ലൈ ചെയ്ത ആ ഡയറക്ഷനില്ലേ, ആ ഡയറക്ഷനിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേണം കേട്ടോ ഇത് പീൽ ഓഫ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പീൽ ചെയ്തെടുക്കുമ്പോൾ ചെറിയ വേദന ഉണ്ടാവും കേട്ടോ. നമ്മുടെ കവിളിൻ്റെ അവിടെ, പിന്നെ അതുപോലെ കണ്ണിൻ്റെ താഴ്ഭാഗം, അങ്ങനത്തെ ഏരിയാസിലൊക്കെ ഇത് പീൽ ഓഫ് ചെയ്തെടുക്കുമ്പോൾ നല്ല വേദന ആയിരിക്കും കേട്ടോ. ഞാൻ തീരെ വേദന സഹിക്കാത്ത ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണിക്കൂടിയൊക്കെ കുടുകുടാന്ന് വെള്ളവും ചാടുന്നുണ്ട്. ചിലർക്ക് ഈ വേദനയൊക്കെ സഹിക്കാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് പെയിൻഫുള്ളായിരുന്നു. ഞാനാണെങ്കിൽ വേദനിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വാ തുറന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ കണ്ണിൻ്റെ ഏരിയ ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല പെയിൻഫുള്ളായിട്ട് എനിക്ക് തോന്നിയത്. മൂക്കിൻ്റെ ആ ഏരിയയിലൊക്കെ ആയിരിക്കും കേട്ടോ കൂടുതലായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാനൊക്കെ വലിച്ചെടുത്തു കേട്ടോ. ഇനി ഫേസ് ഒക്കെ ഇന്ന് നന്നായിട്ട് കഴുകാം കേട്ടോ. ഫേസ് കഴുകിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ഫേസ് ഒക്കെ ഇന്ന് ക്ലീൻ ആയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫേസിലുണ്ടായിരുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ അത്യാവശ്യം പോയ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവുണ്ടാവും. ഇതിൽ ചെറിയ ഹെയർസ് ഉണ്ട്, പിന്നെ അതുപോലെ വൈറ്റ് ഹെഡ്സും കാണാൻ പറ്റുന്നുണ്ട്. ബ്ലാക്ക് ഹെഡ്സ് ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.